ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത് വാർത്തകളുമായി നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പാലക്കാട് കോട്ട മൈതാനിലാണ്. കോട്ട ഇതിപ്പോ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേക്ഷകർക്ക് ഒരു ഫ്രഷ് കാഴ്ചയൊന്നും ആവില്ല. ഒട്ടുമിക്ക എല്ലാ ദിവസവും ഈ കോട്ട കാണുന്നത്. എന്തായാലും ഈ നേരെ ഈ പരപരാ വെളുക്കുന്ന സമയത്തുള്ള ഈ കോട്ട ആദ്യമായിട്ടായിരിക്കും പക്ഷേ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ അവിടെ കോട്ടയുണ്ട്, അതിനിടയിൽ ടിപ്പുവിന്റെ കിടങ്ങ്, ഇവിടുന്ന് ഒരു കുതിര ചാടിയ അപ്പുറത്ത് ടിപ്പുവിന്റെ കുതിരയ്ക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആദ്യം നോക്കാം ഈ പാലക്കാട് കോട്ടയിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ വിമാനം ആര് ടേക്ക് ഓഫ് ചെയ്യും എന്നുള്ളതാണ് സുപ്രധാനമായ $1 മില്യൺ ചോദ്യം. ഈ നിമിഷങ്ങളിൽ പാലക്കാട് കൊട്ടിക്കലാശം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശമാണ്. നമുക്കറിയാം വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നെങ്കിലും ഏറ്റവും കൂടുതൽ ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടമല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്ന, കലങ്ങി മറിഞ്ഞ, ഒരു പരിധിവരെയൊക്കെ രാഷ്ട്രീയ സംഘർഷഭരിതമായ ഒരു തെരഞ്ഞെടുപ്പ് മുഖം അത് പാലക്കാട് തന്നെയായിരുന്നു. പാലക്കാട് അക്ഷരാർത്ഥത്തിൽ പിന്നല്ല, അതെ അതെ, അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പം സ്വാഭാവികമായും അത് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? അത് വീറും വാശിയും. ആ വീറും വാശിയും ഇന്ന് ആവേശക്കലാശ ദിവസം പ്രകടിപ്പിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചേലക്കര നമുക്കറിയാം LDF വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. വയനാട് ചിന്തിക്കുകയും വേണ്ട. സ്വാഭാവികമായിട്ടും പാലക്കാട്ടേക്ക് വരുമ്പോൾ ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ആ സർക്കാരിനോട് ആളുകൾക്ക് ഒരു വിരക്തി ഉണ്ട് എന്നുള്ളതാണല്ലോ പൊതുവേ ഉള്ള ഒരു വൈബ്. അതില്ലാന്ന് തെളിയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകും. അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങൾക്കൊക്കെ മരുന്നിട്ട സരിന്റെ കടന്നവരോട് കൂടിയിട്ട് ഇനി സരിൻ പരാജയപ്പെട്ടാല് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? LDF സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു രാത്രിയിൽ കൂറുമാറി പാർട്ടിയിലെത്തിയ ആൾക്ക് സ്ഥാനം കൊടുത്തു, ഒന്നും ആകാതെ പോയി എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോഴത്തെ സർക്കാർ. പ്രതിപക്ഷം പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഇപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമിഫൈനൽ പറയാം. അപ്പൊ ആ സമയത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഇവിടെയും ചേലക്കരക്ക് ജയം അനിവാര്യമാണ്. മാത്രമല്ല ഇവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഷാഫി പറമ്പിൽ രാജിവെച്ചുകൊണ്ടുണ്ടായ ഒരു ബൈ ഇലക്ഷനാണ്. അത് കാരണം അവിടെ തോൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അചിന്ത്യമാണ്. ഡോർഡൈ, എല്ലാവർക്കും ഡോർഡൈ. BJPക്ക് സമാനമാണ് അല്ലെ? അപ്പൊ നികിരുന്ന കൊട്ടിക്കലാശം ഇന്ന് ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തും, ഉറപ്പല്ലേ? പാലക്കാട് പൊതുവെ കൊട്ടിക്കലാശം നല്ല കളറായിട്ട് തന്നെയാണ് നടക്കാറ്. അങ്ങനെ ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരങ്ങനെ കൊട്ടിക്കലാശം നടത്താറില്ല. അതിനു പകരം എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കും. ഇപ്പൊ നമ്മുടെ സ്റ്റേഡിയത്താണ് എല്ലാവരും ഇന്ന് സംഗമിക്കുന്നത്. അവിടേക്ക് എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് സാധാരണ പാലക്കാട് ഈ നല്ല കൊട്ടിക്കലാശം നടക്കാറ്. അതിലുണ്ടല്ലോ 3 മുന്നണികളും ഒരുപോലെയാണ് കൊട്ടിക്കലാശം നടത്താറ്. ഇപ്പൊ ഇതൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണല്ലോ സത്യത്തിൽ. ഇത്തവണ പ്രത്യേകിച്ച് ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 3 മുന്നണികളും നല്ല ആളുകളെ എത്തിച്ച്, എല്ലാ പഞ്ചായത്തുകളിൽ നിന്ന് ആളുകളെ എത്തിച്ച്, പുതിയ സംവിധാനങ്ങളൊക്കെ എത്തിച്ച് അങ്ങനെ അടിപൊളിയാക്കി കളറാക്കിയിട്ട് തന്നെയാണ് അവര് കുട്ടിക്കലാശം നടത്താറ്. കുട്ടിക്കാലത്തിനിടെ ചെറിയ വർക്കുകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പതിവാണ് ഇവിടെ. കാരണം അത്രമേൽ വീറും വാശിയുണ്ട് ആൾക്കാർക്കിടയിൽ. നമ്മളിപ്പം നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു മണ്ഡലത്തിൽ പോയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം, അവിടെ ബൂത്തുകൾ, കോൺഗ്രസിന്റെ ബൂത്തുകളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമുക്ക് LDF കാര്യത്തിൽ അതൊരു പുതിയ കാര്യമല്ല, പക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് ചിലയിടങ്ങളിലെങ്കിലും ഒരു പുതിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ 3 മുന്നണികളും വളരെ സജീവമായി, വളരെ ആക്റ്റീവായി വർക്ക് ചെയ്ത ഒരു പ്രചാരണ കാലമാണ്. എത്ര വിഷയങ്ങൾ വന്നുപോയി, എത്ര ട്വിസ്റ്റുകൾ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ UDFന്റെ സൈബർ നാവായി നിന്ന, അവിടുത്തെ സൈബർ കടന്നുകൾക്കെതിരെ സൈബർ ഭൂമിയിൽ ഒരു ഭടനെ പോലെ ഒന്ന് പോരാടിയ സരിൻ LDFലേക്ക് വന്നു എന്ന് മാത്രമല്ല LDF സ്ഥാനാർത്ഥിയാവുന്ന ആദ്യ ട്വിസ്റ്റ് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ആ ട്വിസ്റ്റുകളുടെ കൂട്ടത്തിൽ BJP നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ട്വിസ്റ്റുകളുടെ പരമാവധികൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതൊരു വല്ലാത്തൊരു ട്വിസ്റ്റായി. സന്ദീപ് വാര്യരുടെ കേസ് വല്ലാത്തൊരു എന്നുവെച്ചാൽ സരിന് ചെറിയ അതൃപ്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയായിരുന്നു, സന്ദീപിന്റെ കാര്യം അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മുന്നണി മാറ്റം ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിരിക്കില്ല. ആ ദിവസം വരെ അത് പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. ഇന്നലെ ആ നീക്കത്തിന് പ്രധാനമായിട്ട് പങ്കുവച്ച ഹരിഗോവിന്ദനെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 ദിവസത്തെ പ്രധാനപ്പെട്ട ഇടപെടൽ, നമ്മുടെ ഉമേഷ് ആണത് അതുപോലെ തന്നെ 3 ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഹരിഗോവിന്ദൻ സന്ദീപ് വാര്യരുടെ മണി സന്ദീപ് വാര്യരുടെ അമ്മയുമായിട്ട് വളരെ അടുപ്പമുള്ള അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് അതിന് ചുക്കാൻ വഹിച്ചിട്ടുള്ളത്. ഇലക്ഷനിൽ ഒരു
മനസ്സിലായില്ല എന്താ പറയുന്നത്. ഇലക്ഷനിൽ ആര് ജയിക്കും? ഇലക്ഷൻ ആരെങ്കിലും ഒരാൾ ജയിക്കും കേട്ടോ. അത് ഉറപ്പല്ലേ? അത് ഉറപ്പടി ജയിക്കും. ഉറപ്പാണ്. ചേട്ടൻ അത്ര രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുന്ന അല്ലല്ല, പുള്ളി പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഇലക്ഷൻ ആരെങ്കിലും ഒരാൾ ജയിക്കും, അതുറപ്പാണ്. അപ്പൊ ആർ ശ്രീത്തും തനേഷ് തമ്പിയും കൂടെ ചേരുമെന്നുള്ളതാണ് PCR അറിയിക്കുന്നത്. തനേഷ് ഏട്ടൻ ഇവിടെ ഒക്കെ ഉണ്ട്, ശ്രീത്തേട്ടൻ വേറെ ഇവിടെ നിൽക്കും. എന്താണ് അവസ്ഥ? നമ്മള് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇപ്പം ഞാൻ നിഖിൽ പറഞ്ഞത് ശ്രദ്ധിക്കായിരുന്നു. അതായത് ഒരു ഉദ്വേഗജനകമായ ഒരു സിനിമാ കാഴ്ച പോലെയാണ് തുടക്കം മുതൽ. അതായത് തുടക്കത്തിൽ ഒരു പതിഞ്ഞ തുടക്കമാണ്. കാരണം ഈ ഒരു ത്രികോണ മത്സരം സാധാരണ ഉണ്ടാവാറുണ്ടെങ്കിലും സാധാരണ LDF 3-ാം സ്ഥാനത്ത് പോകുന്നു, BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ളൊരു മത്സരം. അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും വരാനില്ല. നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. LDFന് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു മണ്ഡലം. അവിടെ ഒരു രണ്ട് കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ളൊരു മത്സരം ഉണ്ടാകും എന്ന് പറയുമ്പോഴാണ് ഹാഷ്മി പറഞ്ഞതുപോലെ ആദ്യത്തെ ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റ് ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ച ഒരു ട്വിസ്റ്റായിരുന്നു. ആ ട്വിസ്റ്റ് വന്ന് P. സെറിൻ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ചിത്രമാകെ മാറി. മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നല്ല, അല്ലെങ്കിൽ ഒരു മത്സരം ഉണ്ടാക്കാനുള്ള എന്താ പറയാ, ഒരു പുതിയൊരു മത്സരം എന്നുള്ള നിലയിലേക്ക് CPIഎം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ ട്വിസ്റ്റോടെ ട്വിസ്റ്റ് പിന്നീട് നടന്നതൊക്കെ നമുക്കറിയാം. കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നു, BJPയിലേക്ക് വരുന്നു, BJPയിൽ നിന്ന് പോകുന്നു, CPIഎമ്മിലേക്ക് വരുന്നു, CPIഎമ്മിൽ പ്രശ്നം. അങ്ങനെ മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രശ്നങ്ങൾ. സാധാരണ ഒരു ബൈ ഇലക്ഷൻ മുഖത്ത് ചർച്ചയായിരുന്നു മാത്രമല്ല, ഇവിടെ പാലക്കാട്ടിന്റെ വിഷയവും മാത്രം സ്വയമായി പ്രൊഡ്യൂസ് ചെയ്ത വർഷം അല്ലേ? ഇവിടെ ഉൽപ്പാദിപ്പിച്ചു, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ. അതെ, അത്തരത്തിലുള്ള ചർച്ചകൾ, വികസന ചർച്ചകളോ അങ്ങനെ അതിലേക്കൊന്നും പോയതേയില്ല. മറിച്ച് ഇവിടെ മറുകണ്ഠം ചാടലുകൾ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ വരെയുള്ള സംഭവങ്ങളൊക്കെ വളരെ അപ്രതീക്ഷിതമായി. ഈ രാഹുലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോട് പരാതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് അതിന് കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. ഇപ്പം അവർ മറ്റേ ട്രാക്ടർ റാലി നടത്തി, അങ്ങനെ കുറെ ശ്രമങ്ങൾ നടത്തി കർഷക പ്രശ്നങ്ങളൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ചർച്ചയായില്ല, മറിച്ച് വിവാദങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് രാഹുലും അല്ലെങ്കിൽ UDF ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും ഒരു വിമർശനം നമ്മളോട് ഉണ്ടെന്ന് തോന്നുന്നു പൊതുവിൽ. തീർച്ചയായിട്ടും അതിപ്പം മാധ്യമങ്ങളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല, അതിപ്പം CPIഎമ്മിന്റെ മാത്രം കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ രാഹുൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ സമയം ചെലവഴിച്ചത് ഇത്തരം വിവാദങ്ങൾക്ക് വേണ്ടിയാണ്, ഈ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ടാവുക. ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നമോ റോഡിന്റെ പ്രശ്നമോ. പക്ഷെ ഒരുപക്ഷെ പാലക്കാട്ടെ മനുഷ്യരെ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വോട്ടെടുപ്പിനൊന്നും അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ അറിയുള്ളൂ. പാലക്കാട്ടെ മനുഷ്യർ ഇപ്പോൾ ഇവിടെ എന്താണ് ഈ പറഞ്ഞ ഈ കർഷകരുടെ നെല്ല് സംഭരണ പ്രശ്നമടക്കം, റോഡുകളുടെ പ്രശ്നമടക്കം, വികസന പ്രശ്നമടക്കം ആൾക്കാരെ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂണ്ട്. തീർച്ചയായിട്ടും അത് വോട്ടെടുപ്പിന്റെ ദിവസമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വോട്ടർമാരെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതൊരു ആളുകൾക്ക് എപ്പോഴും വിവാദങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ഉദ്വേഗജനകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു താല്പര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനത്തിൽ സ്വാഭാവികമായും ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട്, വലിയ കൗതുകവും ജിജ്ഞാസയും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. വലിയ രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് ഉണ്ടാകുമെന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് കുട്ടിക്കലാശമാണ്. കുട്ടിക്കലാശം നമ്മൾ നേരത്തെ നിഖിൽ പറയായിരുന്നു, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ഹൈ മെർക്കുറി ലെവൽ ഉയർച്ചയിലുള്ള ആവേശത്തിന്റെ ഒരു മാസമായിരുന്നു. അപ്പൊ ആ ആവേശത്തെ ഒരു തരിമ്പ് പോലും കുറയ്ക്കില്ല. ഇന്ന് അടിച്ചു കയറ്റി നിർത്താൻ നോക്കുള്ളൂ അല്ലേ? ഒരുപക്ഷെ പാലക്കാട് കണ്ട ഏറ്റവും വലിയ ഇന്നത്തെ ആ കലാശക്കൊട്ടായിരിക്കും ഇന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം നിഖിൽ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ ഈ പ്രദേശത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആളുകളൊക്കെ ഇതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. DJ ഒരു വാഹനത്തിൽ DJ നമ്മൾ ഇന്നലെ കണ്ടു, ഹാഷ്മി ഞാനും അങ്ങനെ പെട്ടുപോയി കുറച്ചു നേരം കോട്ടമൈതാനത്ത്. അത്തരത്തിലുള്ള പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ട് അതിന്റെ പുറകിൽ DJ മ്യൂസിക് വരുന്നത് അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വലിയൊരു കാഴ്ച, ഒരു പൂര കാഴ്ച തന്നെ ഇന്ന് പാലക്കാട് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഉണ്ടാകും. 2 മണിയോടുകൂടി തന്നെ ആളുകൾ നഗരത്തിലേക്ക് ഒഴുകി തുടങ്ങും. പിന്നീട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് ഇതിന്റെ ഒരു കേന്ദ്രം. അവിടെ നിന്നുള്ള 3 വഴികൾ, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കുള്ള 3 ദിശകളിൽ നിന്നുള്ള 3 വഴികളിലേക്ക്, ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്, ഒന്ന് LDF, ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പൊക്കെ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തവണ വീറും വാശിയും കൂടിയതുകൊണ്ട് കൂടുതൽ സുരക്ഷ, കൂടുതൽ നിരീക്ഷണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആവേശം ഒട്ടും ചോരില്ല. ഏറ്റവും ഗംഭീരമായ ഒരു വിരുന്നായിരിക്കും ഇന്നത്തെ കലാശക്കൊള്ളക്കെട്ടുകാർ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടിപൊട്ടാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അങ്ങനെ അടിപൊട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഇപ്പോൾ ഉണ്ടെങ്കിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയരാൻ പോകുന്നു. ഉച്ചയ്ക്ക് മുതൽ അതിങ്ങനെ അടിവിച്ച് കയറി വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് പാലക്കാടിന്റെ ഈ കോട്ട മൈതാനത്തിന് ആകാശം മുട്ടാൻ പോകുന്നു ആവേശം. അതിനുശേഷം അത് പയ്യക്കൊടി ഇറങ്ങാൻ പോകുന്നു. അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം, മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്കാണ്. ഈ പറയുന്ന ഒരു മാസത്തിന് ശേഷം പാലക്കാടൻ ജനതയുടെ മനസ്സിൽ ആരാണ്
എന്നുള്ള കാര്യം അറിയാൻ പോകുന്നത് മറ്റന്നാളാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയിലൊക്കെ മഹാരാഷ്ട്രയിലെ പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നു ജാർഖണ്ഡിലും. അപ്പോൾ ജാർഖണ്ഡിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. 38 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. 528 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, BJP മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി, മുൻ ഉപമുഖ്യമന്ത്രി സുദേശ് മഹത്തോ എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ. അപ്പോൾ ബൽറാമാണ് നമ്മോടൊപ്പം ചേരുന്നില്ല. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, എന്തൊക്കെയാണ് ഈ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്, പാലക്കാടിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ജാർഖണ്ഡ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് ഇത്തവണ നടത്തുന്നത്. കടുത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇടയിലും. പ്രത്യേകിച്ച് പ്രശ്നബാധിത മണ്ഡലങ്ങൾ ഏറെയുള്ള നക്സൽ ബാധിത മേഖലയാണ് ജാർഖണ്ഡ്. ഇതിനേക്കാളൊക്കെ തന്നെ ഇത്തവണ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് കണ്ട വീറും വാശിയുമാണ്. പ്രധാനമായും ഈ സംസ്ഥാനത്തിൻ്റെ 24 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ 2 മുന്നണികളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു, പ്രചരണം ആരംഭിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട്. അതിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് 38 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി അടക്കമുള്ള നിരവധി പ്രമുഖർ ഈ 38 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നിരവധി നേതാക്കൾ BJPക്ക് വേണ്ടി പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തി. പ്രധാനമായും BJP പ്രചരണ വിഷയമാക്കിയത് ജാർഖണ്ഡിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റമാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ജാർഖണ്ഡിലെ വിഭവങ്ങളെ അത്തരത്തിൽ നുഴഞ്ഞു കയറുന്നവർ ഉപയോഗിക്കുന്നു കൂടുതലായും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരണായുധമാക്കി. JMM അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അതേസമയം ഈ ഒട്ടേറെ വിഷയങ്ങൾ, മണിപ്പൂർ ആണ് ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ പ്രചരണ വിഷയമാക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒട്ടേറെ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഹേമന്ത് സോറനെതിരെ BJP നടത്തിയ പ്രചരണം, ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം ഉൾപ്പെടെ പിൻവലിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നലെ വൈകിട്ട് വന്നത്. ഇത്തരത്തിൽ അത്യപൂർവമായ വാശിയും വീറും ജാർഖണ്ഡ് പ്രചരണത്തിൻ്റെ അവസാന ദിവസവും പ്രകടമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നും നിരവധി നേതാക്കൾ പ്രചരണത്തിനായി എത്തുന്നുണ്ട്. ശക്തമായ പ്രചരണം തന്നെയാണ് അവസാന ഘട്ടത്തിലും ജാർഖണ്ഡിൽ ഇരു മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഓക്കെ ബൽറാം, ഓക്കെ, താങ്ക് യു ബൽറാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പാലക്കാടൻ കോട്ടയിൽ വെളിച്ചം വീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതൊക്കെ വാർത്തയായത് കാരണം നമ്മൾ വരുമ്പോൾ നല്ല പരവരായി ഇരുട്ടായിരുന്നു. ഇതായിപ്പോ നേരം പുലർന്നു വരുന്നു. ഇവിടെ ആളുകൾ കൂടുതൽ നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് നടക്കുന്നതിന്റെ പ്രധാന സ്പോട്ടാട്ടോ ഇത്, ഈ കോട്ട മൈതാനം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5:05 തന്നെ ഒരു 100 ആളുകൾ അവരുടേതായിട്ടുള്ള ഒരു വാക്കേഴ്സ് ക്ലബ്ബ് ഉണ്ട്. നമ്മുടെ ഒരു മുൻ DVSPയുടെ നേതൃത്വത്തിലാണ് ആ ടീമൊക്കെ. അവരൊക്കെ ഇങ്ങനെ ഇറങ്ങും, ഇച്ചിലൂടെ കഴിയുമ്പോൾ ഇറങ്ങും. പിന്നെ ഓക്കെ. അപ്പോ ഇന്ന് മഹാരാഷ്ട്രയിലെ പരസ്യപ്രചാരണം പൂർത്തിയാവുകയാണ്. 288 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മുംബൈയിൽ വാർത്താസമ്മേളനം നടത്തുന്നു. വിവിധ പാർട്ടികളിലെ കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്തുണ്ടാകും. 9.5 കോടി വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 1 ലക്ഷത്തിലേറെ പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാണ്. മാവോയിസ്റ്റ് ബാധ്യതാ പ്രദേശങ്ങളിലടക്കം വോട്ടിംഗ് നടക്കേണ്ടതിനാൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. നമസ്കാരം. മക്കളെ ടിവിയിൽ കാണുന്നതിനോട് നല്ല ലുക്കായിട്ട് മനെ കാണാൻ കട്ടലൊക്കെ നല്ല ഹൈറ്റും വെയിറ്റും. അൽഹംദുലില്ലാ. കുറച്ച് വെയിറ്റ് കുറയ്ക്കണോ? ഇല്ല, വേണ്ട മനെ, ഇതാണ് മനെ, ഇതാ ലുക്ക്, ഷാരൂഖ് ഖാന്റെ മാതിരി ഇരിക്കും. രാവിലെ ഇറങ്ങി ബന്ധുവാണോ ചോദിക്കുക? എല്ലാരും ബന്ധുവാണ് മനെ, ഒരേ ബ്ലഡാണ് എല്ലാവർക്കും. ഇവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ല മക്കളെ. ഇവിടെ എനിക്കൊരു 500 ഫ്രണ്ട്സ് ഉണ്ടാവും ഇവിടെ. അതെ. രാവിലെ എത്ര സമയം നടക്കും? രാവിലെ ഇവിടെ 5 കിലോമീറ്റർ നടക്കും. കൽമട്ടത്ത് സൈക്കിളിൽ വരും. എന്നിട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് എണ്ണപ്പച്ചിലൊക്കെ വാങ്ങി കുറച്ച് മട്ടനൊക്കെ വാങ്ങിയിട്ട്, മട്ടനിലാണ് നമ്മുടെ ജീവിതം പോണത്. ഉച്ചയ്ക്ക് മട്ടൻ മസ്റ്റ്. അപ്പൊ ഹാപ്പി ആയിരിക്കുക കുട്ടികൾ. ഞാൻ എല്ലാവരും മക്കൾ അതാ പറയാനുള്ള കേട്ടോ തന്നെ. കുനിഷ്ടും പോരൊന്നും വേണ്ട, ചെറിയ ജീവിതമാണ്. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ശരി മക്കളെ, ശരി. സാധാരണ മോർണിംഗ് ഷോ തുടങ്ങുന്ന സമയത്തെ ഹാഷ്മിയൊക്കെ പറയണതിന് പകരമുള്ള ഒരു മോർണിംഗ് ടിപ്പാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചെറിയ ജീവിതമാണ്. അതിൽ കുരിഷ്ടകളും കുന്നായ്മകളും ഒന്നും ഇല്ലാതെ മനോഹരമായി ജീവിക്കൂ എന്നൊരു പ്രായമുള്ള
ഒരു വയോധിക എന്താ പറഞ്ഞിട്ട് ഇതൊരു പോയിട്ടുള്ളൂ. ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഗംഭീരം സംസാരിച്ച് മാത്രമല്ല എന്താണ് കക്ഷി പ്രായം നോക്കണ്ട, രാവിലെ 5 കിലോമീറ്റർ നടക്കുകയും രാവിലെ സൈക്കിൾ ഓട്ടുകയും ചെയ്യുന്ന, അതിനുശേഷം മട്ടൺ അടിക്കുന്ന മണ്ഡപത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് ഇവിടെ വന്ന് 5 കിലോമീറ്റർ. പിന്നല്ല. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയും ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ അപ്പൂപ്പന്റെ അല്ലെങ്കിൽ ആ പ്രായമുള്ള ആളുടെ വാക്കുകളെ ഊർജ്ജമായി പ്രചോദനം എടുത്തുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക, രാവിലെ നടക്കാൻ പോവുക, ഇല്ലെന്നുള്ള ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആവുക. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് പ്രവർത്തി ദിവസമാണ്. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ്, അവിടെ പ്രശ്നമാണ്. നിങ്ങളെ പ്രശ്നം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും ഉന്നത യോഗം ചേരാൻ പോകുന്നു. ഈ പ്രതിഷേധമുണ്ടായ ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിശദാംശങ്ങളായിട്ടും ബൽറാമാണ് ചേരുന്നത്. വീണ്ടും ബൽറാം ഈ മണിപ്പൂർ ഒരു വല്ലാത്ത പ്രശ്നമാണ്. അത് ആ പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കനൽ കെട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ചെറിയ സമാധാനം പ്രതീക്ഷിക്കുമ്പോഴേക്കും വീണ്ടും അവിടെ റോക്കറ്റൊക്കെ വിട്ടു എന്നൊക്കെ കേൾക്കുന്നത്. ബൽറാം, ഈ ഒരു പ്രശ്നപരിഹാരം എങ്ങനെയാണ് സാധ്യമാവുക? അതിനുവേണ്ടിയുള്ള ആലോചനകൾ സീരിയസ് ആയി നടക്കുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, നിഖിൽ, ഈ മണിപ്പൂരിലെ സംഘർഷം അതീവ രൂക്ഷമായി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് മണിപ്പൂരിലെ 2 ഗോത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ 1.5 വർഷത്തോളമായി. അതിൽ ഏറ്റവും തീവ്രമായി വീണ്ടും ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ 14 ദിവസത്തിനിടെ തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് സാധാരണക്കാരാണ് പലപ്പോഴും ആക്രമണത്തിന് ഇരയാകുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര നീക്കങ്ങൾ ഇന്ന് നടക്കുകയാണ്. CRPFന്റെ ഡയറക്ടർ ജനറൽ ഈ പ്രദേശം സന്ദർശിക്കുകയാണ്. അനൂപ് ദയാൽ ഇന്നലെ വൈകിട്ട് മണിപ്പൂരിലെത്തി കാര്യങ്ങൾ നേരിട്ട് തന്നെ അവലോകനം ചെയ്ത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കും. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പകുതി വഴിയിൽ ഉപേക്ഷിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അത്തരത്തിൽ മറ്റൊരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത് കടുത്ത നടപടികളിലേക്ക് മണിപ്പൂരിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. കുക്കി, മേത്തൈ വിഭാഗങ്ങൾ തമ്മിൽ പല ഇടങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. സാധാരണക്കാരുടെ വീടുകളെ, കർഷകരെ ലക്ഷ്യം വെച്ച് റോക്കറ്റ് ആക്രമണങ്ങൾ, വെടിവെപ്പ് എന്നിവ തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ 2 ദിവസം പിന്നിട്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എങ്കിലും സംഘർഷങ്ങൾക്ക് അയവില്ല എന്ന് തന്നെയാണ്. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഹാഷ്മി, നിഖിൽ. മണിപ്പൂരിലെ വിവരങ്ങൾ പറയായിരുന്നു ബൽറാം. മണിപ്പൂരിൽ പ്രശ്നങ്ങൾ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഓരോ മിനിറ്റ് കഴിയുന്നതോറും നടക്കാൻ ഇറങ്ങുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നമ്മൾ അവർക്ക് മാർഗദർശനം ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കശ്മീർ ഇപ്പം കുറുവാ സംഘത്തെ കുറിച്ചാണ്, അതിനെ കുറിച്ച് പറയാൻ തയ്യാറായിട്ടുണ്ട്. സത്യത്തിലേ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള ഈ സംഘത്തെ കുറിച്ച്, അപ്പൊ അതൊരു വലിയ സംഭവമായിട്ട് മാറുകയാണ്. ഒരുപാട് ആളുകളുടെ ആശങ്ക വിതച്ച ഒരു സംഭവം കൂടിയായിരുന്നു. ഈ ആലപ്പുഴ മണ്ണഞ്ചേരി മോഷണ കേസിൽ അറസ്റ്റിലായ കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവത്തിനായി ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. എന്നാൽ വടക്കൻ പറവൂരിലെ മോഷണ സംഘത്തെക്കുറിച്ച് പോലീസിന് ഇതുവരെ സൂചന ലഭിച്ചിട്ടുമില്ല. വിഷ്ണു സുരേഷാണ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കുറുവാ സംഘത്തിൽ ഇനിയിപ്പോ ഈ ഒരാളെ കൂടി, ഇപ്പൊ ഈ മണികണ്ഠൻ എന്നയാൾ എന്തുകൊണ്ടായിരിക്കും പോലീസ് പ്രതി ചേർക്കാത്തത്? എന്താണ് കസ്റ്റഡി അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക? വിഷ്ണു. ഗുഡ് മോർണിംഗ് നിഖിലാൻ, ഹാഷ്മി. ഇത് പ്രധാനമായും ഈ മണികണ്ഠനെ കണക്ട് ചെയ്യുന്ന ലീഡുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സന്തോഷിനെ കൂടെ പിടികൂടി എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ സന്തോഷുമായി ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഈ മോഷണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. അതുകൊണ്ടാണ് അയാളെ പ്രതി ചേർക്കാത്തത്. സന്തോഷിന്റെ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നടപടി. ഇന്നലെ ആലപ്പുഴ ഡിവൈഎസ്പി പറഞ്ഞത് 14 അംഗ സംഘമാണ് സംസ്ഥാനത്തിലേക്ക് എത്തിയത്, ഈ കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അതിൽ ഒരാൾ സന്തോഷാണ്. ബാക്കി 13 പേർ ആരൊക്കെ എന്ന് കണ്ടെത്തണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം.
സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളി തന്നെയാണ്. സന്തോഷിൽ നിന്നാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ട് സന്തോഷ് കാര്യമായി പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് ഈ ബാക്കി ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. പ്രത്യേകിച്ച് പുന്നപ്പുറയിൽ നടന്ന മോഷണം ആരാണ് നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണത്തിൽ മാത്രമാണ് സന്തോഷിന് പങ്ക് എന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ പുന്നപ്പുറയിൽ അടക്കം നടത്തിയ അതിൽ പ്രായമായ ആളുകളുണ്ട്. അപ്പോൾ അവരെ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. വടക്കം പറവൂരിലേക്ക് എത്തിയാൽ അത് കുറുവ സംഘമാണെന്ന് അന്വേഷണ സംഘം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത് ആര് എന്ന ചോദ്യത്തിനും പോലീസിന്റെ കയ്യിൽ കൃത്യമായ ഉത്തരമില്ല. പ്രാദേശിക തലത്തിലുള്ള മോഷ്ടാക്കളുടെ ഫോട്ടോകളും അതോടൊപ്പം തന്നെ അവർ അവിടെ ആ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ച് വരികയാണ്. ഡ്രോൺ അടക്കം ഉപയോഗിച്ച് വടക്കം പറവൂരിൽ പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഒപ്പം കൂടുതൽ CCTV ദൃശ്യങ്ങൾ സമാഹരിക്കുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നു. ആളുകളോട് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. ഈ രാത്രി കിടക്കുന്നതിന് മുൻപ് ലൈറ്റ് ഏതെങ്കിലും ഒരെണ്ണം മുറ്റത്ത് ഓണാക്കിയിടണം. അതോടൊപ്പം തന്നെ ആയുധ സ്വഭാവമുള്ള വസ്തുക്കൾ വീടിന്റെ പറമ്പിൽ അലക്ഷ്യമായി വലിച്ചെറിയരുത്. ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത സ്വഭാവമുള്ള ആരെങ്കിലും കണ്ടാൽ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരറിയിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പാനിക്കാകേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ആളുകൾക്ക് ഉള്ളിലുള്ള ആശങ്ക ഇതാരാണ് തങ്ങളുടെ വീട്ടിൽ ഈ രാത്രി 3 മണിയോടുകൂടിയൊക്കെ എത്തുന്നത് എന്നുള്ളതിന് അവർക്കൊരു വ്യക്തത വരണം. ഹാഷ്മി, നിഖിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. നമ്മൾ പാലക്കാട് കോട്ട മൈതാനിലാണ് നടക്കുകയാണ്. ഇവിടെ ഹാഷ്മി, സീന മുഹമ്മദ് പല വീടുകളിലും 3 മാസം മുൻപ് വീടിന്റെ പുറത്തുള്ള വാട്ടർ ടാപ്പ് തുറന്നിടുമായിരുന്നു. ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ രാവിലെ മുതൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രസകരമായ കമന്റുകൾ ഞാൻ കണ്ടേ. എന്താ എനിക്ക് കമന്റ് ബോക്സ് മറന്നു. ഹാഷ്മിയുടെ കൂടെ സ്മിത നിൽക്കുന്ന അവസ്ഥയായി ഇപ്പൊ നിഖിലിന്. കഴുത്ത് ഉളുക്കുന്നത് നോക്കണേ നിഖില്. നോക്കി അങ്ങനെ 1-2 രസകരമായിട്ടുള്ള കമന്റുകൾ ഒക്കെ ഉണ്ട്. ഇന്നത്തെ നടത്തത്തിന് സ്പീഡ് കുറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. എന്താ പ്രശ്നം അറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട മൈതാനിയിൽ നമ്മൾ ഒരു ചെറിയ ഏരിയ മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് നടക്കണം. അപ്പൊ ഞാൻ സ്പീഡ് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറമാൻ അഭിലാഷ് തൊഴുവൻ കൂടി പറയും പതുക്കെ പിടി സ്ഥലം തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ നടക്കുന്നത്.